അല്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം നേരത്തെ പറഞ്ഞാണ് പല പ്രാവശ്യം. അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർ UDFന്റെ ഘടകകക്ഷിയല്ല, UDFും അവരുമായിട്ടുള്ള അങ്ങനത്തെ അറേഞ്ച്മെന്റ്സുകളൊന്നുമില്ല. അവർ ഞങ്ങൾ പിന്തുണ നൽകിയിട്ടുണ്ട്, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് 2019 പാർലമെന്റ് ഇലക്ഷൻ മുതലുണ്ട്. 30 കൊല്ലം അവര് വെൽഫെയർ പാർട്ടിയല്ല, ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. അപ്പൊ ഈ CPM നേതാക്കന്മാർക്ക് ആർക്കും ഒരു വിഷമം ഉണ്ടായില്ല. പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കന്മാർ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പിന്തുണ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. LDF സ്ഥാനാർത്ഥിക്കായിരുന്നു പിന്തുണ കൊടുത്തിരുന്നത്. ഇപ്പൊ അവര് ദേശീയ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാതെ അവര് ഞങ്ങളുടെ ഘടകകക്ഷിയല്ല, ഞങ്ങളുടെ അസോസിയേറ്റ് മെമ്പറല്ല, ഒന്നുമല്ല. അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്, ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് വീണ്ടും വെൽഫെയർ പാർട്ടി, ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞു വരുന്നത് അത് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് CPM നടത്തുന്ന ശ്രമമാണ്. 30 കൊല്ലക്കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. 30 കൊല്ലം. അത് നിനക്ക് നിങ്ങൾ അവര് ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കണല്ല പലരും. നിങ്ങൾ ഈ പിണറായി വിജയനോട് ചോദിക്കണല്ലോ, എന്നോട് ചോദിക്കണമല്ലേ? അത് അങ്ങ് പോയിട്ടില്ലേന്ന് ചോദിക്കണം ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത്.